നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഡീപ്പ് ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു ലോൺലൈനസ് ആണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഇത്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ കുറച്ച് നാളായിട്ട് നീണ്ടു പോയിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ഒരു സമയത്ത് ഇതൊരു ടിൻ ഫ്ലെയിം സ്റ്റേജ് ആണെന്നുള്ള ഒരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ടിൻ ഫ്ലെയിം സ്റ്റേജസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഒരു പിണക്കങ്ങളൊക്കെ വന്നാലും വീണ്ടും നിങ്ങൾ മിണ്ടി തുടങ്ങുമ്പം എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ പിണങ്ങിയത് എന്ന് പോലും നിങ്ങൾ ഓർക്കാത്ത രീതിയിൽ നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവുന്നുണ്ട്. പക്ഷെ ഇത്തവണ വന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചധികം നീണ്ടു പോയോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം കുറച്ചുകൂടെ, അതായത് ചിലപ്പോഴൊക്കെ ഒരു പിണക്കങ്ങളൊക്കെ വന്നിട്ട് പിന്നെയും മിണ്ടി തുടങ്ങും, പെട്ടെന്ന് തന്നെ മിണ്ടി തുടങ്ങും. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ കുറച്ച് നാളത്തെ ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഒരു പേടി ഉണ്ടായിരിക്കാം. ഇനി നിങ്ങൾ മൂവ് ഓൺ ആയോ, അല്ലെങ്കിൽ അവർ വിചാരിക്കും നിങ്ങൾ മൂവ് ഓൺ ആയോ, ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇനി അവർ മൂവ് ഓൺ ആയി പോവോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ മേക്ക് എ ചോയ്സ് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിൻ്റെ എനർജി പറയുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത് പോലും ഇനി ഒരു സെപ്പറേഷൻ നീട്ടിക്കൊണ്ട് പോകണോ, ഒന്നിച്ചൊരു ഡിസിഷൻ എടുത്തൂടെ, ഇനിയും ഇങ്ങനെ ഒരു സെപ്പറേഷൻ താങ്ങാൻ സാധിക്കുന്നില്ല. മേ ബി നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. നിങ്ങൾ പുറമേ എത്ര ദേഷ്യം കാണിച്ചാലും ഉള്ളിൽ നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡിസിഷൻ എടുത്തൂടെ എന്നുള്ള ഒരു മനസ്സാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുകയാണ്, ഇനി എന്തിനാണ് ഇങ്ങനെ വൈകിക്കുന്നത്, ഇങ്ങനെ പരസ്പരം എന്തിനാണ് ഇങ്ങനെ നീറ് ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ചോയ്സ്, ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു ടൈം ആയിട്ടില്ലേ എന്നുള്ളൊരു കാര്യമാണ് അവരുടെ മനസ്സിലിപ്പോൾ തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ പല പല രീതിയിൽ നിങ്ങൾ പിണക്കങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങൾ പഴയതുപോലെ മിണ്ടി തുടങ്ങുന്നവരായിരിക്കാം. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ കുറച്ചധികം നാളായതുകൊണ്ട് തന്നെ നിങ്ങളെ അവരെ ഒരുപോലെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വൺ സൈഡഡ് ലവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡ് എനർജി നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പല തവണയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഇതൊരു വൺ സൈഡഡ് ലവ് ആണോ എന്ന് പോലും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത അത്തരത്തിലുള്ള ഒരു നേച്ചർ ആയിരിക്കാം. ചിലപ്പോൾ അവരെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവര് എക്സ്പ്രസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു ഓവറായിട്ട് നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യത്തില്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം അവർക്ക് മാത്രമാണോ ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടുള്ള ഒരു സ്നേഹം ഉള്ളത്, ഒരു വൺ സൈഡ് ലവ് പോലെ. കാരണം ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒരു പിണക്കൊക്കെ വന്നാലും കൂടുതലും അവരായിരിക്കാം നിങ്ങളോട് മിണ്ടിക്കൊണ്ടൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് തോന്നുന്നുണ്ട് ഇനി ഒരു വൺ സൈഡ് ലവ് പോലെയാണോ ഇത്, കാരണം അവർക്ക് മാത്രമാണോ, അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന പോലെ തന്നെ അത്ര തീവ്രമായിട്ട് ഇനി നിങ്ങൾക്ക് ഇല്ലേ എന്ന് ചിലപ്പോഴെങ്കിലും അവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കെമിസ്ട്രി എന്നൊരു കാർഡും വർക്ക് ഓൺ യുവർ കണക്ഷൻ എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപാട് പരസ്പരം സ്നേഹിച്ചിട്ടുള്ളവരാണ്. കുറച്ചൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് പിടിക്കുന്നവരാണെന്നുണ്ടെങ്കിലും എന്താണ് ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ രണ്ടും പരസ്പരം മനസ്സറിഞ്ഞ് തന്നെ സ്നേഹിച്ചിട്ടുള്ളവരാണ്. സോ അതുകൊണ്ട് തന്നെ വർക്ക് ഓൺ യുവർ കണക്ഷൻ എന്നുള്ള ഒരു കാർഡിന്റെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വരാൻ എന്താണോ റീസൺ വന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു എനർജിയാണ്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ വഴി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ വന്നിട്ട് അങ്ങനെ ഒരു പിണക്കം വന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ തന്നെ ഇനിഷ്യേറ്റ് എടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഉണ്ടാവാനും, അതുപോലെ തന്നെ പഴയതിനെക്കാട്ടി ഒരു സ്ട്രെങ്തോട് കൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെയുള്ള ഒരു കെമിസ്ട്രി ഒക്കെ തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിരുന്നു. അപ്പോൾ ഓരോ മൊമെന്റിലും അവർക്ക് നിങ്ങളുടെ കൂടെയുള്ള ഓരോ മൊമെന്റും ഒക്കെ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു കാര്യമൊക്കെ അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് ഫിസിക്കൽ ഒരു അട്രാക്ഷൻ പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം പോലും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അത്രത്തോളം അടുത്ത് വേണം, നിങ്ങളുടെ ഒരു പ്രസൻസ് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം. കാരണം അത്രയധികം നിങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
മേ ബി നേരിട്ട് കാണാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ടിൻ ഫ്ലെയിം ഈസ് നിയർ എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ഉള്ളവരാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ടിൻ ഫ്ലെയിം സ്റ്റേജസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആവുന്നതിൻ്റെ റീസൺ അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു നിങ്ങളുടെ വാല്യൂസ് ഒക്കെ റിയലൈസ് ചെയ്യാനും നിങ്ങൾ കുറെ കൂടി പരസ്പരം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാകാനും ഒക്കെ തന്നെ യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളായിക്കോട്ടെ അവരായിക്കോട്ടെ ഒരുപോലെ ഒരു എഫോർട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഉണ്ടാവാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ഒരു റീബർത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ പേർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പല കാര്യങ്ങളും ഒരുപാട് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. കൂടുതലും അവരെക്കാൾ ഉപരിയായിട്ട് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ പേരും ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ക്ലാരിഫൈ ചെയ്ത് പറയുന്ന അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്കും പലപ്പോഴും ഇതൊരു വൺ സൈഡ് ലവ് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയേക്കാൾ ഉപരി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളത് ഓവറായിട്ടൊന്നും എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളിങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യായിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ എന്ത് തോന്നും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നവരായിരിക്കാം. എന്നിരുന്നാലും അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടിട്ടൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ച സമയത്ത് എന്തെങ്കിലും ഒരു റീസൺ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതെ വരികയോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോൾ അത് വ്യക്തമായിട്ട് ഒരു പറയേണ്ട സമയത്ത് പറയാതെ വരുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ വന്നിട്ടുള്ളവരായിരിക്കാം കൂടുതൽ പേരും. അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും മേജർ ചേഞ്ചസ് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ചേഞ്ച് നല്ലതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഈ ഒരു കാർഡിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് പോലും. ഒരു മേജർ ചേഞ്ചസ് ആണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇൻ കേസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അത് ഫിനാൻഷ്യലി ഉള്ളതാണ്, ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയാണ്, എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നതും ന്യൂ ബിഗിനിങ് കാർഡാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു മേജർ ചേഞ്ചസ്, അതുപോലെ തന്നെ മേജർ ചേഞ്ചസ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള ഒരു സാധ്യതയാണ് ഈ കാർഡ്സിലൂടെ ഒക്കെ തന്നെ വ്യക്തമാകുന്നത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുക്കണം എന്നുള്ള ആ ഒരു എനർജിയും കിട്ടിയിട്ടുണ്ടായിരുന്നു റീഡിങ്ങിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പിണങ്ങിയത്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങളായിക്കോട്ടെ പ്രവൃത്തിയിലൂടെ ആയിക്കോട്ടെ അതൊക്കെ തന്നെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്താണ് എന്നുള്ളത്. എന്നതിന് ശേഷം നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകാനുള്ള തരത്തിലുള്ള ഒരു എഫോർട്ട് എടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ പോസിബിലിറ്റി കാണുന്നുണ്ട് എന്നുള്ളതാണ്.